ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് മീഡിയ ട്യൂബിനോടൊപ്പം രണ്ട് പ്രമുഖ വ്യക്തികളാണ്. ആദ്യത്തെ മുഹമ്മദ് സാറ് നമ്മുടെ ഇൻവിറ്റേഷൻ്റെ കൺവീനറാണ്. അതേപോലെ അബ്സാല സാറ് ഈ സ്റ്റേജിൻ്റെയും അതുപോലെ കണ്ടീജൻസ് പന്തലിൻ്റെയും കൺവീനറായിരുന്നു. സാർ, എങ്ങനെ ഈ തുടക്കം മുതൽ സ്റ്റേജും ഇതൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ കാണുന്നു ഇത്? നല്ല റിസ്ക് എടുക്കേണ്ടി തന്നെ സ്റ്റേജിനെ കാര്യം പന്തലിനെ കാര്യങ്ങളും ചെയ്യേണ്ടതെല്ലാം. ഇത് കമ്മിറ്റിയിലുള്ളത് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റ് തിരക്കുള്ള ഉദ്യോഗസ്ഥന്മാരും പിന്നെ ക്ലബ്ബുകാരാണ്. പിന്നെ ക്ലബ്ബുകാർ ഏറ്റെടുത്ത് അത് ചെയ്തതുകൊണ്ട് കണ്ടീജൻ്റ് പന്തൽ ഭംഗിയായിട്ട് അവർ ചെയ്ത് തന്നെ. പിന്നെ സ്റ്റേജ് മറ്റേ ഈ നാട്ടിലെ തന്നെ കുറേ ചെറുപ്പക്കാരുള്ള ഒരു ക്ലബ്ബ്, അപ്പോൾ ക്ലബിൻ്റെ പേര് ലക്കി സ്റ്റാർ ക്ലബ്ബ് എന്ന് തോന്നുന്നുണ്ട്. ആ ചെറുപ്പക്കാർ വളരെ എനർജറ്റിക് ആയിട്ട് കൂടെ നിന്ന് ചെയ്ത്. പിന്നെ ഇതിനെ കുറേ കൂടി പഴയ സ്റ്റേജ് ആയതുകൊണ്ട് വർക്ക് ലോഡ് കൂടുതലാണ്. അത് പലപ്പോഴും ഈ ഡേ ടൈമിൽ ഉച്ച വെയിലത്ത് 12 മണി വരെ ചെയ്യേണ്ടി വന്നെ. അതേപോലെ ഈ നാട്ടുകാരായ ഒരു കാർപ്പൻ്റർ നന്നായിട്ട് സഹായിച്ച സാലിഹ്, സ്കൂളിനെ തൊട്ടടുത്ത് താമസിക്കുന്ന സാലിഹ് എന്നുള്ള ആള്, അയാളെ ഗേറ്റിനും ഈ മറ്റേ ഇതിനമേലുള്ള പ്ലൈവുഡ് വർക്കും മറ്റേ മറിച്ച് അങ്ങനെ അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ചെയ്ത് തന്നെ. പിന്നെ സ്കൂളിൽ പൊതുവേ നമുക്ക് വളണ്ടിയേഴ്സ് കുറവായതുകൊണ്ട് കൂടെ നിൽപ്പാൻ മക്കളെ എപ്പോഴും കിട്ടിയില്ല, കിട്ടിയ സമയത്തെല്ലാം കിട്ടിയില്ല. പിന്നെ എപ്പോഴും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതൊരാളെയും ഇവിടെ മറിയേണ്ട ഏതൊരാളെ വിളിച്ചാലും തന്നെ നമുക്കൊരു ഡെസ്ക് എടുപ്പാനോ ഒരു ബെഞ്ച് എടുപ്പാനോ പിന്നെ എടുപ്പാനോ അപ്പം എത്തേണ്ട ആൾക്കാർ വളരെ നന്നായി സഹകരിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് വളരെ ഭംഗിയായിട്ട് ഇനാഗുറേഷൻ ദിവസങ്ങളെല്ലാം ഇതിനാഴ്ച മാറ്റെല്ലാം കിട്ടും വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിന്. അതിലെല്ലാം ഈ നാട്ടുകാർക്കും ഈ മേൽപ്പറഞ്ഞ ക്ലബ്ബും അതിലെ കമ്മിറ്റി മെമ്പേഴ്സും പിന്നെ അതേപോലെ എടുത്തു നന്ദി പറയേണ്ടത് ഇവിടെ ജൂനിയർ എൻജിനീയർ ഷർഹബീൽ സാറിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക. ഏത് അവസ്ഥയിലും വിളിച്ച പാട്ടും തന്നെ മെഷർമെൻറ്റും മറ്റു കാര്യങ്ങളും അതെല്ലാം ചെയ്ത് തന്നെ. പിന്നെ ഇലക്ട്രിക് വർക്കെല്ലാം കൃത്യമായിട്ട് പ്ലഗ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ട്യൂബ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ചെയ്ത് തന്നെ. ഈ സ്റ്റേജിങ്ങായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ സഹായം ഉണ്ടായിരുന്നു. വ്യക്തിപരമായും ഡിപ്പാർട്ട്മെൻറ്റും മറ്റു തലത്തിലും എല്ലാം സഹകരിച്ച് നന്നായി വർക്ക് ചെയ്ത് തന്നെ. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ മുഹമ്മദ് സാറിനോട് ചോദിക്കാനുള്ളത്, ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തലവേദന ഉള്ളതാണ്. കാരണം കൃത്യസമയത്ത് കൃത്യമായിട്ട് എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു പെടാപ്പാടുണ്ടല്ലോ. നമ്മളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്താലും അതിൽ നിന്ന് ചിലപ്പോൾ ചിലരെ വിട്ടുപോകും. അപ്പോൾ വളണ്ടിയേഴ്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ടീം എങ്ങനെ വർക്ക് ചെയ്തു? എത്രത്തോളം ഉണ്ടായിരുന്നു? LSC എങ്ങനെ കാണുന്നു സാർ? കുറേ എക്സ്പീരിയൻസ് ഉള്ള സാറില്ലേ? ഒരുപാട് LSCകളിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. 93-ലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അന്ന് തൊട്ട് തന്നെ ആ വർഷം തൊട്ട് തന്നെ LSCകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അഗത്തിയിൽ പോയപ്പോഴും അതേപോലെ അമിനിയിൽ തന്നെ 2 പ്രാവശ്യം LSCൻ്റെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ എൻ്റെ ടീം എന്ന് പറയുന്നത് വളരെ, അതായത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് പറയാം. നമ്മൾ ഏത് ആവശ്യത്തിന് വേണ്ടി എപ്പോൾ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുമാഷുണ്ട്, അതേപോലെ ഗവർവാൻ ടീച്ചറുണ്ട്. അവരൊക്കെ ഏത് സമയത്തും നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അപ്പം തന്നെ അവരെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യും. പ്രത്യേകിച്ച് ഞാനും കുഞ്ഞുമാഷും ഒക്കെ അമിനിക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലോക്കൽ ആൾക്കാർ അധികം പരിചയമുണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച കമർവാൻ ടീച്ചറും നസീബ ടീച്ചറുമാണ്. അവർ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ അപ്പം തന്നെ ഏതൊരു കാര്യമാണെങ്കിലും അവർ വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ LSCയുടെ വിജയമെന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഈ LSCയുടെ വിജയം എന്ന് പറയുന്നത്. അത് ഇനിയും നമുക്ക് എല്ലാ സ്ഥലത്തും ആ വിജയം ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനസ്സിൻ്റെ ഒരു ഒത്തൊരുമ ഉണ്ടാവണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് സ്ഥലത്തും ഏത് ചെറിയ സ്ഥലത്തും വളരെ വിജയമായിട്ട് ഞാൻ കണ്ട കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു LSG ആയിരുന്നു കിൽത്താനിലെ LSG. അതിന് നമുക്ക് നേതൃത്വം തന്ന നമ്മുടെ പ്രിൻസിപ്പൽ മാഡം, അതേപോലെ HM സാർ, അതേപോലെ മറ്റെല്ലാ കൺവീനർമാരും വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് മീഡിയ ടീമിനോട് പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മീഡിയ ടീമിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിലും എനിക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല, വേറെ ഇതുള്ളത് കൊണ്ട് അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഏറ്റവും നമുക്ക് ഈ മീറ്റിൻ്റെ വിജയം നമ്മളെ ലോകത്തെ മുഴുവൻ അറിയിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മീറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്ന മീഡിയ ടീമിനോടാണ്. ഈ വിജയത്തിൽ നമ്മുടെ നാട്ടുകാരും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും നന്ദി പറയുന്നു.
നമ്മൾ വളരെ ഭംഗിയായിട്ടൊരു ഗേറ്റ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ ശരിക്കും ഇൻസ്റ്റാളേഷൻ വേറൊരു സ്ഥലത്ത് ചെയ്തിട്ട് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിനെക്കുറിച്ചൊന്ന് സാറൊന്ന്, അവസാല സാർ അതിൻ്റെ നസീർ സാറിൻ്റെ ആണ് അതിൻ്റെ കൺവീനർ ആയിരുന്നത്. സാറിനോടൊപ്പം അവസാല സാർ ഞങ്ങളെല്ലാം ചേർന്നിട്ട് അത് ചെയ്തതാണ്. സാറൊന്ന് അത് വിവരിച്ചാൽ വളരെ നന്നായിരുന്നു. ഗേറ്റിൻ്റെ കാര്യം ആദ്യം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ നസീർ സാറിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വളരെ ശക്തമായി സജീവമായിട്ട് വന്നു. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി, ആ ഗേറ്റിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി. അത് വളരെ ഭംഗിയുള്ള ഒരു മിനിയേച്ചർ ഉണ്ടാക്കി. അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് കാർപ്പൻറ്റർക്ക് കണക്ക് കൊടുത്ത് പ്രൈവറ്റിൽ ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ദിവസവും ചെയ്തിരിക്കുന്നത് രാത്രി 8 മണിക്ക് ശേഷമാണ്. ഏകദേശം 12:30-1 മണി വരെ പലപ്പോഴും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് എടുത്ത് വെക്കുമ്പോൾ വഴി തടസ്സം ഉണ്ടാകുക, പിന്നെ ഫ്ലക്സും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് തൊടുകയോ എന്തെങ്കിലും ചെയ്യുക, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാത്രി വൈകിയ സമയത്താണ് ചെയ്തത്. ഒരു 3-4 ദിവസം അങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം 3-4 ദിവസം അതിൻ്റെ ഫ്ലക്സ് വർക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പരിപാടിയുടെ തലേന്ന് രാത്രി ഒരു 2 മണിക്കാണ് അതവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് കറക്റ്റ് വെച്ച് അതിൻ്റെ ലെവലും കാര്യങ്ങളും വെച്ച് അന്നും ഞാൻ നേരത്തെ പറഞ്ഞ ആ കാർപ്പൻ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം പാതിരാത്രി വരെ ഞങ്ങളുടെ കൂടെ സഹകരിച്ചു. അങ്ങനെ ഒരു മനോഹരമായ ഗേറ്റ് പുള്ളിയുടെ ആശയത്തിൽ, അതായത് നസീർ സാറിൻ്റെ ആശയത്തിൽ വളരെ ഭംഗിയുള്ള ഒരു ഗേറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അത് അദ്ദേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ സ്കൂളിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ മീഡിയ ടീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞാൻ 2012 അഗത്തിയിലുണ്ടായപ്പോൾ അഗത്തിയിലെ LSCയിൽ മീഡിയ ടീമിലുണ്ടായിരുന്നു, കൺവീനറായിരുന്നു. അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള സോഷ്യൽ മീഡിയാസിന്, അതായത് കരയിലുള്ള TV ചാനൽ പത്രങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. ഒരുപാട് റിസ്ക് എടുത്ത് ആ കാര്യം ചെയ്തു. കളർ ഫോട്ടോ അടക്കം ഫ്രണ്ട് പേജിൽ ഷോർട്ട് പുട്ടിൻ്റെ ഒക്കെ വന്നിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു സ്റ്റെപ്പ് മാറ്റിപ്പിടിച്ചു. അത് നമ്മൾ അന്നൊരു ചാനലായി മാറുക, ആവശ്യമുണ്ടെങ്കിൽ അവരെടുത്തോട്ടെ, ആ ഒരു സ്ട്രാറ്റജിയാണ് ഈ വർഷം ചെയ്തത്. അത് ശരിക്കും വിജയിച്ചു അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ആ സ്ട്രാറ്റജി ശരിക്കും വിജയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മീഡിയ ടീമിന് തന്നെയാണ്. അത് നിങ്ങളുടെ ആ സംരംഭം ജയിച്ചു എന്നതിൻ്റെ തെളിവാണത്. ഓക്കെ, താങ്ക് യു ആൾ. പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി.